ഭൗതിക ജീവിതത്തിന്റെ അനിവാര്യതയാണ് ദുഃഖങ്ങളും ആകുലതകളും. പകലും രാത്രിയും എന്നപോലെ സുഖവും ദുഃഖവും ഇടകലർന്നു പോകുന്നു. തുടർക്കഥ പോലെ ദുരന്തങ്ങൾ നേരിടുമ്പോൾ ആശയറ്റവരായ ജീവൻ ഒടുക്കിക്കളയാൻ ഒരുമ്പെട്ടെന്ന് വരാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത. പക്ഷെ ആത്മഹത്യ ചെയ്യണമെന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരുതാത്തവർ ജീവിതം ജീവിച്ചവരല്ല എന്നൊരു പണ്ഡിതൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ ധ്വനി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരണത്തിന്റെ വക്കോളം എത്തുന്ന ദുഃഖങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. പ്രതിസന്ധിയും കഷ്ടപ്പാടുമില്ലാതെ കഴിയണമെന്ന് നാമൊക്കെ ആഗ്രഹിക്കും. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിവിധമായ ക്ലേശങ്ങളും പരാജയങ്ങളുമാണ് പലപ്പോഴും നമ്മെ വലയം ചെയ്യുക. ചിന്തിക്കുകയും ജീവിത പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നവനെ മരണത്തിന്റെ വക്കോളം എത്തുന്ന വിലയുണ്ടാവുകയുള്ളൂ. മൃഗങ്ങൾക്ക് അതില്ല. തലച്ചോറിന്റെ പ്രവർത്തനം ശരിയല്ലാത്ത മനോദൗർബല്യമുള്ളവർക്കും ആകുല ചിന്തകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ആകുലത ഒഴിവാക്കാൻ ഭ്രാന്തനാകണോ മൃഗനാകാനോ നാം ആഗ്രഹിക്കില്ല. ആകുലതകളും മരണത്തിന്റെ വാക്കോളമെത്തുന്ന ഒരിക്കലും ഉണ്ടെങ്കിലും മനുഷ്യനായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ ജീവിതം നയിക്കാൻ നാം തയ്യാറാകുന്നു. നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടേത് മാത്രമാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടേതുമാകാം. നമ്മുടെ സ്നേഹഭാചനങ്ങൾ നേരിടുന്ന ദുഃഖവും നമ്മുടെ തന്നെയാണ്. പത്രത്തിൽ മിക്കവരും പരതുന്ന ഒരു പേജുണ്ട്, ചരമവാർത്ത.